ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായാൽ അവിടെ ഗവർണർ മുട്ടുമടക്കേണ്ട കാര്യമില്ലെന്ന് ഗോവ മുൻ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള. ഭരണഘടനാപരമായി ഒരു പടി മുകളിലാണ് ഗവർണറെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഉപരാഷ്ട്രപതി പദവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താനുമായി യാതൊരു ആശയവിനിമയവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ജനാധിപത്യത്തിൽ ഗവർണർ എന്ന് പറയുന്നത് വലിയൊരു അഡ്മിനിസ്ട്രേഷൻ പദവിയാണ്, സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൽ ഗവർണർ വേഴ്സസ് സർക്കാർ അങ്ങനെ ഒരു സംഘടന ഉണ്ടാകുന്നത് ആശയപരമായിട്ടാണെങ്കിലും നിയമപരമായിട്ടാണ് ഉണ്ടാകുന്നത് എത്രത്തോളം ഉചിതമാണ്? ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും അത്തരം ഒരു സംഘർഷ അന്തരീക്ഷത്തെപ്പറ്റി മുൻകൂട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ 3 ഘടകങ്ങൾ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ ഇവ മൂന്നും അവതാതിൻ്റെ പന്താവിലൂടെ പോകും. ഒരിക്കലും അത് മറ്റൊന്നിലേക്ക് കടന്നുകയറ്റക്കാരനായി പോകില്ല എന്നുള്ളതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അന്തിമമായ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അങ്ങനെ ലംഘിച്ചാൽ എന്ത് പരിഹാരം എന്ന് ചോദിച്ചാൽ പരിഹാരമില്ല. ആ സാഹചര്യത്തെ സധൈര്യം നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ മുട്ടുമടക്കി പോകാൻ വേണ്ട ഗതികേട് ഒരിക്കലും ഗവർണർ സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആ അത്തരത്തിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് വശാംശം അറിയില്ല. ഉണ്ടെങ്കിൽ അത് കരണീയമായി സംഭവിച്ചതാണ്. ഗവർണർക്ക് തീർച്ചയായിട്ടും ഒരു സംസ്ഥാന സർക്കാരിനേക്കാൾ ഒരെഡ്ജ് മുമ്പിലാണ് ഗവർണറുള്ളത്.